ഹലോ അശ്വര ഫാമിലി. അപ്പൊ നമുക്കിന്നൊരു ജങ്കാർ യാത്രയാണ്. വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ക്രിസ്മസ് വൈബൊക്കെ ഒന്ന് കാണാം. ഞാൻ കയറാത്തോണ്ട് പീലി ഭയങ്കര വറീഡായിരുന്നു. വൈപ്പിൻ ജങ്കാർ എന്നാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. ഈ സർവീസിന് റോറോ ജങ്കാർ സർവീസ് എന്നാണ് പറയപ്പെടുന്നത്. 2018 ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം, കായൽക്കടത്ത് സൗകര്യം. ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവിംഗ് ഉണ്ട്. അത് ജങ്കാറിലാവുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തേക്ക് എത്താവുന്നതാണ്. എപ്പോ വന്നാലും നല്ല തിരക്കാന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾക്ക് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. തേർഡ് ട്രിപ്പിനാട്ടോ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചത്. ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോ തന്നെ നമ്മുടെ വ്യൂ തന്നെ മാറിപ്പോയി കേട്ടോ. അതായത് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, ഡച്ച്, അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ലേ, ആ ഒരു പൗരാണിക ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യം എന്ന് തന്നെ നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയെ വർണ്ണിക്കാവുന്നതാണ്. കൊച്ചി ഈസ് എ ടൂറിസ്റ്റ് പ്ലേസ്. അതിന് മെയിനായിട്ടും ഫോർട്ട് കൊച്ചിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ആളുകൾ. എസ്പെഷ്യലി ഈ ക്രിസ്മസ് ടൈമിലും ന്യൂ ഇയർ ടൈമിലൊക്കെ ഫോർട്ട് കൊച്ചി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ ഫോർട്ട് കൊച്ചി, അതായത് നൈറ്റ് ഡ്രൈവ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇറ്റ് വാസ് എ വെരി നൈസ് ആൻഡ് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അമേസിങ് എക്സ്പീരിയൻസ്. ഫുൾ ഓഫ് ലൈറ്റ്സ്, നിറയെ ആളുകള്, രാത്രിയാണെന്ന് നമുക്ക് തോന്നുകയില്ല. ഫോർട്ട് കൊച്ചിയുടെ ഭംഗിയും ലൈറ്റ്സ് ഒക്കെ കൺകുളിർക്കെ കണ്ടു കഴിഞ്ഞ് 2-3 വട്ടം അവിടെ കറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ്. മക്കള് പിന്നെ കുറെ സമയം അവിടെ കളിച്ചു. കുറച്ച് സമയം മണല് വാരി കളിച്ചോട്ടേ എന്ന് ചോദിച്ചു. കുറച്ചധികം സമയം മണല് വാരി കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ്. ഷൂ ഒക്കെ അഴിച്ചത് നേരെ വെള്ളത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടി കുറേ സമയം അവിടെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നനഞ്ഞ്, ഡ്രസ്സൊക്കെ നനഞ്ഞ് പിന്നെയും വന്ന് ദേ മണലിലാണ് ഇരിക്കുന്നത്. ഈ കുഞ്ഞിനെ ഇനി തിരിച്ചെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും അറിയാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പൊ മണ്ണിലെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കേറാന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തില് അവിടുന്ന് കൊണ്ടുപോയി 2 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കൊടുത്ത് നല്ല ഭംഗിയായിട്ട് രണ്ടുപേരും കഴുകി. വേണോ? അങ്ങനെ ഈ പൊട്ടാറ്റോ ഇങ്ങനെ ആക്കിയ സാധനം വാങ്ങിച്ച് രണ്ടുപേരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുലുക്കി സർബത്ത് ആ ചേട്ടൻ കുലുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കി തന്നു. ബൂസ്റ്റ് കുലുക്കി സർബത്താട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഓക്കെ ആയിരുന്നു. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുള്ള് ആളുകളായിരുന്നു. ഏറ്റവും പേടിയുള്ള പോലീസ് അങ്കിൾമാരെ കാണിച്ച് DJക്ക് സർപ്രൈസ്. അപ്പം അത്രയ്ക്ക് മനോഹരമായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ ലൈറ്റ്സും നൈറ്റ് വൈബ്സ് എല്ലാം. എക്സ്പ്ലോർ ചെയ്തതിൽ ഒരുപാട് സന്തോഷമായി. ഹായ് ഹായ് ഹായ്. ഫസ്റ്റ് സാധനം കണ്ടോ? എനിക്ക് അത് വേണം. എനിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.